ഹായ്, ഇന്നൊരു കല്യാണ വിശേഷമാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാണ്. നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലുള്ള ലാബിൽ റസികയുടെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയി കേട്ടോ. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറേ ലേറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ കല്യാണ വീട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മുറ്റത്ത് ചെറിയ സൗകര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്ത് തന്നെ സൗകര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ ഇരിക്കാനും ഒക്കെ പറ്റി. പക്ഷേ നല്ല ചൂടായത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ, അഞ്ചു, പിന്നെ അൽഫോൻസ, പിന്നെ ഓമനേച്ചി, അങ്ങനെ നമ്മളൊക്കെ കൂടെയാണ് പോയത്. കല്യാണ പരിപാടി ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. പെണ്ണും പന്തലിലോട്ട് ഇറങ്ങുകയാണ്. കൂടുതൽ ആരെയും പരിചയമില്ല കേട്ടോ. നമുക്കാകെ പരിചയം രസിക്കാനും മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല തിരക്കായിരുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഒന്നും ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, അപ്പം നമുക്ക് കല്യാണം കാണാം. ചെക്കൻ പന്തലിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാ കുഞ്ഞി ചെക്കനാണ് കേട്ടോ ചെക്കൻ. രണ്ടുപേരും കാണാൻ ചെറുതാണ് കേട്ടോ. ഇവരെ കണ്ടിട്ട് ഒരുപാട് പേര് പിന്നെ പറഞ്ഞിട്ടുണ്ട് +2 പഠിക്കുന്ന കുട്ടികളാണോ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണോ എന്നൊക്കെ. അത്രയും കുഞ്ഞായിട്ടാണ് രണ്ടുപേരെയും തോന്നുന്നത്. അങ്ങനെ കല്യാണ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പന്തിയിലിരിക്കണമല്ലോ. കല്യാണ ചടങ്ങ് അവിടെ മുഴുവനായിട്ടും കഴിയുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അവിടെ പന്തലിൽ ആരും ഉണ്ടായിരുന്നില്ല. പന്തലിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ ഇരുന്നു. നല്ല സദ്യയായിരുന്നു അവിടെ. സാമ്പാർ, പപ്പടം, കിച്ചടി, അച്ചാർ മുതൽ ഒരുപാട് കറികളും പായസമൊക്കെ ആയിട്ട് നല്ല സദ്യയായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അൽഫോൻസ കുട്ടിക്ക് സദ്യ അത്ര വലിയ പിടുത്തമില്ല. ആൾക്ക് മീനില്ലാതെ ഇറങ്ങാത്ത ഒരാളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അകത്ത് പോയിട്ട് കുറച്ച് സമയം കാറ്റ് കൊള്ളാൻ പോയി. പോയ വേഷത്തിലൊന്നുമില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും ഹെയർ സ്റ്റൈലൊക്കെ മാറി. പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പതിയെ അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയായിരുന്നു. പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് തൊട്ടിപ്പുറത്തൊരു വീട് കണ്ടത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് എടുക്കുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ അവിടെ നിന്നു. നമ്മുടെ രസികക്കുട്ടി നമ്മൾ പിന്നെ യാത്ര പറഞ്ഞു. അവിടെ നിന്ന് നേരെ വന്നത് ഇരിട്ടിയിലൊരു കൂൾ ബാറിലാണ് കേട്ടോ. ഓമനിച്ച് നമ്മുടെ കൂടെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും അഞ്ചു അൽഫോൻസിയും കൂടെയായിരുന്നു വന്നത്. ഇരിട്ടിയിലെത്തി ഫലൂദ കഴിക്കാമെന്ന് കരുതി ഒരു കൂൾ ബാറിൽ കയറി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂൾ ബാറുകൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒരു കൂൾ ബാറിലോട്ട് കയറി. അവിടെ ഫലൂദയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയതിന് ശേഷം നമുക്കിത് ആക്കി തന്നതാണ് അവർ. അപ്പോൾ ഫ്രഷ് സാധനമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ഒക്കെ ഫലൂദയൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.